കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും IPLൽ ശ്രദ്ധേയമായ രണ്ട് ടീമുകളാണ്. ഇരു ടീമുകളും ക്രിക്കറ്റിനോടുള്ള കഠിനാധ്വാനവും സ്ഥിരതയും എപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. 2008-ൽ KKRനെ വാങ്ങിയ ബോളിവുഡ് നടന്മാരായ ഷാറുഖ് ഖാനും ജൂഹി ചൗളയും ഇതുവരെ 3 IPL ട്രോഫികളാണ് സ്വന്തമാക്കിയത്. എന്നാൽ RCB ആകട്ടെ ഇതുവരെ IPL ട്രോഫി നേടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഏറ്റവും ജനപ്രിയവും അംഗീകരിക്കപ്പെട്ടതുമായ ടീമുകളിൽ ഒന്നായി അവർ ഇപ്പോഴും തുടരുകയാണ്. വലിയൊരു ആരാധക വൃന്ദമുണ്ട് അവർക്ക്. ഈഡൻ ഗാർഡനിൽ KKRും RCBയും തമ്മിലുള്ള മത്സരത്തോടു കൂടിയാണ് ഇത്തവണത്തെ IPL ആരംഭിക്കുന്നത്. ബാറ്റിംഗിന് അനുകൂലമായ ഈഡൻ ഗാർഡനിലെ പിച്ച് ബാറ്റ്സ്മാൻമാർക്ക് ഗണ്യമായ റൺസ് നേടാനുള്ള നിരവധി അവസരങ്ങൾ നൽകുന്ന ഒരു ഗ്രൗണ്ടാണ്. IPLൽ ഇതുവരെ 11 തവണയാണ് ഈഡൻ ഗാർഡനിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയത്. അതിൽ കൊൽക്കത്ത 7 തവണയും RCB 4 തവണയും വിജയിച്ചു. RCBക്കെതിരെ ഈഡൻ ഗാർഡനിലെ കൊൽക്കത്തയുടെ ഏറ്റവും ഉയർന്ന സ്കോർ 204 ആണ്. RCBയുടേത് 213. ഏറ്റവും കുറഞ്ഞ സ്കോർ 131 ആണ്. RCB 2017-ൽ കൊൽക്കത്തക്കെതിരെ 49 റൺസിന് ഓൾ ഔട്ട് ആയതാണ് ഈഡൻ ഗാർഡനിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാർച്ച് 22-ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെയാണ് ഏറ്റുമുട്ടുന്നത്. ചില പ്രമുഖ താരങ്ങൾ കൊൽക്കത്തയിൽ നിന്നും ഇത്തവണ മാറിയതിനാൽ RCBക്കെതിരെ കൊൽക്കത്തയുടെ പ്ലേയിങ് 11-ൽ വലിയ മാറ്റമായിരിക്കും ഉണ്ടാകുക. ആ മാറ്റങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. മാർച്ച് 22-ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെയാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത ഏറ്റുമുട്ടുന്നത്. ആ മത്സരത്തോടു കൂടി അവർ ഈ വർഷത്തെ IPLലെ പ്രചാരണം ആരംഭിക്കും. കഴിഞ്ഞ പതിപ്പിൽ KKR മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ 3ാമത്തെ കിരീടവും അവർ സ്വന്തമാക്കി. എന്നിരുന്നാലും ലേലത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച നായകൻ 26.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സിലേക്ക് മാറുകയും ചെയ്തു. 2025-ലെ IPLൽ KKRനെ പരിചയസമ്പന്നനായ അജിങ്ക്യ രഹാനെയായിരിക്കും നയിക്കുക. ക്വിന്റൺ ഡീകോക്കിനെ കൊൽക്കത്ത അവരുടെ ടീമിലേക്ക് ഇത്തവണ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സുനിൽ നരൈനൊപ്പം അദ്ദേഹം ഇന്നിംഗ്സ് തുറക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ സീസണിൽ നരൈനും ഫിൽ സാൾട്ടും ചേർന്ന് മികച്ച തുടക്കമാണ് KKRന് നൽകിയത്. ഇത് ടീമിന്റെ കഴിഞ്ഞ സീസണിലെ കിരീടത്തിലേക്ക് നയിക്കാനുണ്ടായ മികച്ച പ്രകടനത്തിന് നിർണായകമാവുകയും ചെയ്തിരുന്നു. ഇത്തവണത്തെ IPLൽ RCBക്ക് വേണ്ടിയാണ് സാൾട്ട് കളിക്കുന്നത്. ടൂർണമെന്റ് ഓപ്പണറിൽ അദ്ദേഹം തന്റെ മുൻ ടീമിനെതിരെ കളിക്കും എന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട്. KKR അഫ്ഗാനിസ്ഥാന്റെ റഹ്മാനുള്ള ഗുർബാസിനെ അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നരൈനൊപ്പം അദ്ദേഹവും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഡീകോക്കിനെ ഉപയോഗിച്ചായിരിക്കും അവർ സീസൺ തുടങ്ങുക. നരൈൻ പരീക്ഷണത്തിന് കുറച്ച് ഷോട്ടുകൾ മാത്രമേ കളിക്കാൻ സാധ്യതയുള്ളൂ. ആദ്യ കുറച്ച് മത്സരങ്ങളിൽ അത് ഫലം കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ രഹാന ഓപ്പണറായി വന്നേക്കാം. നായകൻ രഹാന നിലവിൽ 3ാം സ്ഥാനത്താകും ബാറ്റ് ചെയ്യുക. തുടർന്ന് വെങ്കിടേഷ് അയ്യർ, രമൺദീപ് സിംഗ്, റിങ്കു സിംഗ് എന്നിവർ മധ്യനിരയിൽ കളിക്കും. 7ാം നമ്പറിൽ ആന്ദ്രെ റസൽ മികച്ച പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക. വരുൺ ചക്രവർത്തിയാണ് പ്രധാന സ്പിന്നർ. ആൻഡ്രിച്ച് നോർജെ, ഉമ്രാൻ മാലിക്, ഹർഷിദ് റാണ എന്നിവർ ഫാസ്റ്റ് ബൗളിംഗ് യൂണിറ്റിന്റെ പ്രധാന അംഗങ്ങളാണ്. KKR പ്ലേയിങ് 11 നോക്കാം. ക്വിന്റൺ ഡീകോക്ക് വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ടാകും. സുനിൽ നരൈൻ, അജിങ്ക്യ രഹാനെ ക്യാപ്റ്റൻ, വെങ്കിടേഷ് അയ്യർ, രമൺദീപ് സിംഗ്, റിങ്കു സിംഗ്, ആന്ദ്രെ റസൽ, വരുൺ ചക്രവർത്തി, ഹർഷിദ് റാണ, ഉമ്രാൻ മാലിക്, ആൻഡ്രിച്ച് നോർജെ. ഇതായിരിക്കും RCBക്കെതിരെ KKR ആദ്യ മത്സരത്തിൽ പരീക്ഷിക്കാൻ സാധ്യതയുള്ള 11. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.